ആളുകൾക്ക് 3 പ്രശ്നങ്ങളാണ് ഉള്ളത്. ലൈക്ക് ആസ് എ സ്റ്റുഡൻറ്റ്, ആസ് എ പേരൻറ്റ് 3 പ്രശ്നങ്ങളാണ് ഉള്ളത്. ഒന്ന്, ലാംഗ്വേജ് പഠിച്ചാൽ പാസ്സാകാൻ പറ്റുമോ. 2, ഇത് പഠിച്ച് അവിടെ പോകാൻ പറ്റുമോ, അവിടെ നിന്ന് പറഞ്ഞു വിടുമോ എന്നൊക്കെയുള്ളതാണ് ഇവരുടെ മെയിൻ കൺസേൺസ്. അപ്പം എനിക്ക് തോന്നുന്നു ലാംഗ്വേജ് ഇപ്പം ഞാൻ ഒരിക്കലും ഈസി ആണെന്ന് പറയില്ല, ഡിഫിക്കൽട്ട് ആണെന്ന് പറയില്ല. ഇതിൻ്റെ കറക്റ്റ് മെത്തഡോളജി ഉണ്ട്. ഇത് എൻജോയ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ആർക്കും പാസ്സാകാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. 2, നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സാം ആണ്. അപ്പോൾ എക്സാമിന് കുറേ കൺസേൺസ് ഉണ്ട്. സ്ലോട്ട് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. ദെൻ പ്രോപ്പറായിട്ട് നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇപ്പോൾ പ്രശ്നമൊക്കെ നമുക്ക് കിട്ടുന്ന പാർട്ട്ണർ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നു. പലരും പറയുന്നു ലക്കാണ് സാർ, ഞാൻ പഠിച്ചതാണ്, ലക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറയുന്നു. ഞാൻ പേഴ്സണലി അങ്ങനെ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കൊരു റിയൽ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. ഇപ്പം അഫ്ലഹിന് എന്താ തോന്നുന്നത്, ഒരു എക്സാമിന് പോകുന്ന സമയത്ത് ഇപ്പം നമ്മൾ മജോറിറ്റി ആളുകൾ മൾട്ടിപ്പിൾ ടൈം എഴുതിയിട്ടാണ് ഇത് പാസ്സാവുന്നത്. അപ്പോൾ അതിനുള്ള റീസൺ എന്തായിരിക്കും? ഗോയിത്തെ അത്ര സ്ട്രിക്റ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നതുകൊണ്ടാണോ, എന്തുകൊണ്ടായിരിക്കും 1, 2, 3 പ്രാവശ്യമൊക്കെ നമ്മൾ എഴുതേണ്ടി വരുന്നത്? ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരിക്കലും എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഒരു ലാംഗ്വേജ് പഠിക്കരുത്. ഓക്കെ, ഒരു ലാംഗ്വേജ് എപ്പോഴും പഠിക്കുമ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൾച്ചറിലേക്ക് ഇറങ്ങണം. ലൈക്ക് നമ്മൾ ആ കൾച്ചറായിട്ട് അഡാപ്റ്റ് ചെയ്യണം. അങ്ങനെ പഠിച്ച ഒരാൾക്ക് ലൈക്ക് എനിക്ക് തോന്നുന്നില്ല അത്ര വലിയ ഡിഫിക്കൽട്ടായി ഫീൽ ചെയ്യും എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു വൊക്കാബ്സിൻ്റെ അവിടെ ആ വൊക്കാബ്സ് ഇല്ലാത്തത് കൊണ്ടാണ് അവർക്ക് ആ എക്സ്പ്രഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റാത്തത്. അവർ തരുന്ന ടോപ്പിക് എന്തെങ്കിലും ആയിക്കോട്ടെ, ബട്ട് നമുക്കത് സംസാരിക്കാൻ പറ്റണം. നമ്മൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം ഉള്ളിൽ, പറ്റും, നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിച്ചാൽ മാത്രം മതി. ലൈക്ക് അത്ര വലിയ ടഫാണെന്ന് ചോദിച്ചാൽ ലക്ക് ഉണ്ടോയെന്ന് വെച്ചാൽ ലക്ക് ഒരു പാട്ടാണ്. അത് ഏതൊരു ലൈക്ക് ഇപ്പോൾ നീറ്റ് പറയാം, നീറ്റ് നമ്മൾക്ക് ലക്കിന്റെ എടുക്കേണ്ട പണിയാ. നമ്മൾ എന്താ നാമ്പാതി അതുപോലെ തന്നെ ലൈക്ക് ഒരു 30% വേണേൽ നമുക്ക് ലക്കിന് കൊടുക്കാം. ബട്ട് 70% നമ്മളുടെ ഒരു ഹാർഡ് വർക്കും കറേജും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അത് നമ്മൾ എന്തായാലും ഇംപ്ലിമെന്റ് ചെയ്യണം ഈ ഒരു ജേർണിയിൽ. അതിടാണ്ട് നമ്മൾ ഒരിക്കലും ലക്കാണ് എന്ന് പറഞ്ഞിരിക്കരുത്. പറയാൻ ബ്ലെയിം ചെയ്യാന്ന് മാത്രമല്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഇല്ലല്ലേ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവർ കുറച്ച് ക്രൂവലാണ്. 59 കെട്ടി തോപ്പിച്ചളേ അല്ലേ, ഒരു മാർക്കിന് അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നും ഉണ്ടാവില്ല. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങളൊരു തേർഡ് വേൾഡ് കൺട്രിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല ജർമ്മൻ ഭാഷ പഠിക്കുന്നത്. ഒരു സബ് സ്റ്റാൻഡേർഡ് സിസ്റ്റം അവിടെ ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ജർമ്മനിലെല്ലാം നമ്പർ 1 ആണ്. കാർസ് എടുക്കുക നമ്പർ 1 ആണ്. ലൈക്ക് ഫാർമസ്യൂട്ടിക്കൽസ് ലൈക്ക് ഓർ വാട്ട് എവർ. നിങ്ങൾ ഫോർ ദാറ്റ് മാറ്റർ ജർമ്മൻ എഞ്ചിനീയേഴ്സ് പോലും വേൾഡിൽ നമ്പർ 1 ആണ്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ചെല്ലുന്ന നമ്പർ 1 ആയിട്ടുള്ള ആളുകളെ അവർക്ക് മതി. ലൈക്ക് 100ൽ 60 ആണ് അവർ പാസ് മാർക്ക് വെച്ചിരിക്കുന്നത്. അതിന് 60 കിട്ടുന്നില്ലെങ്കിൽ ഈവൻ ദോ ഇറ്റ്സ് 15 ആണ്, ഇറ്റ്സ് നോട്ട് ഇന്ത്യ ഓർ ലൈക്ക് എനി അതർ തേർഡ് വേൾഡ് കൺട്രി. ലൈക്ക് 59നെ 60 ആയിട്ട് ഓട്ടോ കറക്റ്റ് ചെയ്യുന്ന സിസ്റ്റം ഒന്നും ജർമ്മനിയില്ല. 59 മീൻസ് ഇറ്റ്സ് 59 അല്ലേ. അതായത് ആ പെർഫെക്ഷൻ നിങ്ങൾക്ക് വേണമെന്നുള്ളത് മാൻഡേറ്ററി ആണ്. ലൈക്ക് 100 വേണമെന്നാണ് അവർ പറയുന്നത്. നമ്മളാണ് 60 ആയിട്ട് അത് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ജേർണിയിൽ ലൈക്ക് ഇപ്പം ആദിത്യയുടെ എക്സാമ്പിൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആദിത്യ ഇപ്പം ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ട് വരുന്ന മൊഡ്യൂൾ സ്പ്രഷൻ ആണോ? മേ ബി അല്ലേ. അപ്പോൾ സ്പ്രഷൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ? ഇപ്പോൾ സ്പ്രഷൻ്റെ ഇപ്പോൾ നമുക്ക് ഈച്ച് ആൻഡ് എവരി കാര്യങ്ങൾ നോക്കും. ഇപ്പോൾ സ്പ്രഷൻ്റെ ഒരു കേസിൽ നമുക്കൊരു പാർട്ട്ണറെ കിട്ടും അല്ലേ. നമ്മൾ അതിൻ്റെ ഒരു സിസ്റ്റം എങ്ങനെ? നമ്മളിപ്പോൾ ഗോയിത്തെ എക്സാം സെന്ററിലേക്ക് പോയാൽ എത്ര ടൈം ഉണ്ട്, എന്ത് ടോപ്പിക്കാണ് കിട്ടുക, അതിൻ്റെ അത് ഡിബേറ്റ് ആണോ, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ സ്പ്രഷൻ നടക്കുന്നത്? ആക്ച്വലി B2 സ്പ്രഷൻ എന്ന് പറയുമ്പോൾ 2 ടൈലാണ്, അതായത് 2 പാർട്ടാണുള്ളത്. ഒന്ന് ഒരു ടോപ്പിക്ക് നമുക്ക് തരും, അത് പ്രസന്റ് ചെയ്യുക ഒരു 5 മിനിറ്റ്സ്. അത് എന്താവാം, ലൈക്ക് ഇപ്പോൾ നമ്മുടെ എന്താ പറയാ, ഫോർ എക്സാമ്പിൾ നമ്മുടെ എൻവയൺമെന്റ് പ്രൊട്ടക്ഷനെ പറ്റി സംസാരിക്കുക, അല്ലെ പൊല്യൂഷനെ കുറിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ എന്താ അഡ്വർടൈസ്മെന്റും കൺസ്യൂം അത് രണ്ടും റിലേറ്റ് ചെയ്ത് സംസാരിക്കുക, അല്ലെങ്കിൽ എന്താ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വർക്ക് ചെയ്യുന്നതിനെ പറ്റി അങ്ങനെയുള്ള സംസാരിക്കുക. ഇതൊക്കെ ആയിരിക്കാം ടോപ്പിക്സ് വരിക, എന്തിനെ കുറിച്ചും ചോദിക്കാം. ഓക്കെ, പിന്നെ നമ്മൾ എങ്ങനെയാണ് ഒരു ഹാളിൽ പോയി നിൽക്കുമ്പോൾ കുറെ പേര് നമ്മുടെ മുമ്പിൽ ഇവാലുവേറ്റ് ചെയ്യാൻ നിൽക്കുന്ന അങ്ങനത്തെ ഒരു സിസ്റ്റമാണ്? അങ്ങനെയല്ല. ലൈക്ക് ഇപ്പോ ഞാനും എനിക്കൊരു പാർട്ട്ണർ ഉണ്ടെന്ന് വെച്ചോ, നമ്മളിപ്പോ എക്സാമിന് ചെല്ലുന്നു, പെട്ടെന്ന് സ്പ്രഷന്റെ ഒരു ടൈം എത്തുമ്പോഴത്തേന് നമ്മളിങ്ങനെ പേരന്റ് ഓർഡർ വിളിച്ചവർ കൊണ്ടുപോകും. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മുടെ മുന്നിലോ പുറകിലോ നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ കൂടെ വരുന്നത്. അപ്പൊ തമ്മിലൊന്ന് നോക്കും എല്ലാരും, ഇതാണ് എന്റെ കൂടെ വരുന്ന വ്യക്തി എന്നൊക്കെ നോക്കും. നമുക്ക് ചൂസ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ, ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് അവിടെ വന്നിട്ട് അവര് നമ്മളെ സോർട്ട് ചെയ്തൊന്ന് ഇരുത്തിയിട്ട് ഓർഡറിൽ ഇത്ര പേരെ വിളിച്ച് കയറ്റും. അപ്പോ കയറ്റി കഴിഞ്ഞിട്ട് അവര് എന്താ നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ ഒക്കെ അവിടെ തന്നെ ഇങ്ങനെ കമഴ്ത്തി വെച്ചേക്കുന്നിട്ട് തുടരുതെന്ന് പറയും, ഡോണ്ട് ടച്ച് എന്നൊക്കെ പറയും. പെന്ന് ഓണാക്കരുത്, പെണ്ണിങ്ങനെ ടിക്ക് പേനയാണ്. അപ്പൊ അടിക്കുന്ന സൗണ്ട് കേട്ടാലൊക്കെ നല്ല ഫയർ കിട്ടും. ഒന്നും ചെയ്യരുത്, അവിടെ വെക്കാം. ഓക്കെ, ഇങ്ങനെ കൈ കെട്ടി അവിടെ ഇരിക്കുക. എന്നിട്ട് ഇവരിങ്ങനെ ടൈമർ 15 മിനിറ്റ്സ് സെറ്റ് ചെയ്യും. എന്നിട്ട് ടൈമർ ഓൺ ആക്കിട്ട് പറയും ഇനി ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു എന്ന് പറയും. നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ആദ്യം ഒരു ടോപ്പിക്കാണ്, അതിന് പ്രിപ്പയർ ചെയ്യാം. നമുക്ക് ആകെ കീ പോയിന്റ്സ് എഴുതാനൊരു പെണ്ണ് കാണും, കീ പോയിന്റ്സ് മാത്രം നോട്ട് ഡൗൺ ചെയ്യാം. വലുതായിട്ട് എഴുതിയാൽ അതും
പോവും, ഡിസ്ക്വാളിഫൈ ആവും. കീ പോയിന്റ്സ് മാത്രം ജസ്റ്റ് നോട്ട് ചെയ്യാം. പിന്നുള്ളത് ഡിസ്കഷൻ ആണ്. ഡിസ്കഷനിലാണ് നമ്മുടെ പാർട്ട്ണറിന് നമ്മൾ ബോധർ ചെയ്യേണ്ടി വരുന്നത്. ഈ ഫസ്റ്റ് പാർട്ടിൽ അത് ബോധർ ചെയ്യേണ്ട ആവശ്യം വേണ്ട. ഫസ്റ്റ് പാർട്ടിൽ പിന്നൊരു ഇത് വരുന്നതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ചോദിക്കണം. ക്വസ്റ്റ്യൻ ചോദിക്കണം. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് മേ ബി എന്റെ പാർട്ട്ണർ മനസ്സിലാവണം, തിരിച്ചേക്ക് ഉത്തരം പറയാൻ. അതിൽ ചെറിയൊരു റോൾ ഉണ്ട്, അത് പറഞ്ഞുതരാം. ചെറുതായിട്ട് അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഡിസ്കഷനിലേക്ക് വരുമ്പോൾ നല്ല ഇമ്പോർട്ടന്റ് ആണ് പാർട്ട്ണർ. ഓക്കെ, അപ്പോൾ ഡിസ്കഷന്റെ ടോപ്പിക് ഇതേപോലെ എന്തെങ്കിലും ആയിരിക്കും. ഇപ്പൊ ഓൺലൈൻ ക്ലാസ് വേണോ വേണ്ടേ, ഒരാൾ പോസിറ്റീവ് പറയാം, ഒരാൾ നെഗറ്റീവ് പറയാം. അതെ, ഇപ്പൊ നമ്മൾ ഒരു റെന്റഡ് ഹൗസിൽ നിൽക്കണോ ഓൺ ഹൗസ് വേണോ. ഇപ്പൊ ഒരാൾ പറയാം റെന്റഡ് ഹൗസിൽ ഇങ്ങനെയൊക്കെയാണ്, നമുക്ക് കുറെ നമ്മൾ ഒന്നും ബോധർ ചെയ്യണ്ട, അപ്പൊ പറയാ സ്വന്തം വീടാണ്, നമുക്ക് കംഫർട്ടബിൾ അല്ലേ, അങ്ങനെയൊക്കെ ഉള്ള ഒരാൾ പോസിറ്റീവ് ഒരാൾ നെഗറ്റീവ്. ആർഗ്യുമെന്റ്, ഒരു ഡിബേറ്റ് ആണ്. ഡിസ്കഷൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും ഒരു ഡിബേറ്റ് ആണ് അവിടെ നടക്കേണ്ടത്. ഓക്കെ, അപ്പൊ അവിടെ നമ്മുടെ പാർട്ട്ണറിന് നമുക്ക് സ്ട്രോങ് പോയിന്റ് വേണം. അപ്പോഴാണ് നമ്മൾ നിലവാരം നോക്കുന്നത്. ലൈക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ശരിക്കും പറഞ്ഞാല് സെക്കൻഡ് അറ്റംപ്റ്റ് ആണ് എനിക്ക് സ്പ്രഷൻ കിട്ടുന്നത്. അതെ, ഫസ്റ്റ് അറ്റംപ്റ്റില് എനിക്ക് നല്ല കോൺഫിഡന്റ് ആയിരുന്നു. എഴുതി കഴിഞ്ഞപ്പോ ഞാൻ ഉറപ്പിച്ചു എനിക്ക് കിട്ടും ആ ടോപ്പിക്ക്. കാരണം എന്റെ ടോപ്പിക്ക് കഴിഞ്ഞപ്പോ അവരെന്നോട് ഗുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റേ എന്റെ പാർട്ട്ണർ മിണ്ടിയിട്ടില്ല, ഒന്നും പറഞ്ഞതുമില്ല. എന്നോട് ടോപ്പിക്ക് കഴിഞ്ഞപ്പോ വെരി ഗുഡ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഡിസ്കഷൻ കഴിഞ്ഞപ്പോ എനിക്ക് അവരുടെ മുഖം കണ്ടപ്പോ എന്തോ ഒരു പന്തികേട് തോന്നി. ലൈക്ക് എന്റെ പാർട്ട്ണർ സംസാരിച്ചിട്ടില്ല. ലൈക്ക് ഞാൻ അങ്ങോട്ട് എന്തൊക്കെയോ കുറെ കൺവേ ചെയ്യുന്നുണ്ട്, അത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം, ഞാൻ എന്റെ ഇൻട്രസ്റ്റ് മാത്രം നോക്കിയുള്ളൂ, ആ കുട്ടീനെ കൺസിഡർ ചെയ്തില്ല. ഞാൻ B2 ലെവലിൽ എനിക്കറിയുന്ന വൊക്കാബ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഈ ഗ്രാമർ യൂസ് ചെയ്യുന്നു, ആ ഗ്രാമർ യൂസ് ചെയ്യുന്നു. ആ കൊച്ചിന്റെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഒരു ദയനീയ ഭാവത്തില്, നീ എന്താണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അതിന്റെ 4th അറ്റംപ്റ്റ് ആണ്. എന്നിട്ട് എനിക്കത് അറിയില്ലല്ലോ, അതൊരു നേഴ്സാണ്, ആക്ച്വലി നേഴ്സാണ്. അപ്പൊ അതൊരു ചേച്ചിയാ, എന്നെക്കാട്ടി മൂത്തതാണ്. അപ്പൊ ഇങ്ങനെ നോക്കിയിരിക്കുക. ഞാൻ പറഞ്ഞു എനിക്കൊന്നും ചെയ്യാനൊക്കില്ല, അവിടെ നമുക്ക് സമാധാനം, എനിക്ക് അറിയില്ലല്ലോ അവിടെ വെച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ. ഞാൻ ഇറങ്ങി ഞാൻ ഈ റിസൾട്ട് ഒന്ന് ഫെയിൽ ആയപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം വന്നു. 2 മാർക്കിന് എനിക്ക് പോയി. അപ്പൊ എനിക്ക് നല്ല 58 2 മാർക്കിന്. അപ്പൊ എന്തങ്ങനെ പോയി എന്നുള്ളൊരു വിഷമമായി പോയി. അപ്പോൾ എന്നോട് ഇവിടെയുള്ള കുറച്ച് പേര് പറഞ്ഞു തന്നേന്ന് വെച്ചാല് പാർട്ട്ണർ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ ഒന്നും മിണ്ടിയില്ല. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തീർന്നു. ശരിക്കും പറഞ്ഞൊരു ഡിബേറ്റ് എത്ര സ്ട്രോങ് ആയിട്ട് പോകേണ്ടത്, അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ എന്റേത് പെട്ടെന്ന് തീർന്നു, കാരണം പാർട്ട്ണർ മിണ്ടുന്നില്ല. അപ്പൊ ഒരു 3-4 പോയിന്റ് പറഞ്ഞ് ഞാൻ കൺക്ലൂഡ് ചെയ്തു. അപ്പോ തിരിച്ചൊന്നും ഇല്ല, ടീച്ചേഴ്സ് ഒന്നും മിണ്ടുന്നുമില്ല, നിർത്തി. മേ ബി അവിടെ ആയിരിക്കാം വീക്കായത്. അതിലെന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ, അവരെ കൊണ്ട് എന്തെങ്കിലും ഇൻവോൾവ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ പാസ് ആവാനുള്ള ചാൻസ്. സെക്കൻഡ് ടൈം ഞാനത് ചെയ്തു. എന്താ ചെയ്തതെന്ന് വെച്ചാൽ, സെക്കൻഡ് ടൈം ഒരു ബോയ് ആയിരുന്നു എന്റെ പാർട്ട്ണർ. ഐ തിങ്ക് പൂനെയിലായിരുന്നു എഴുതിയ, പൂനെക്കാരൻ തന്നെയായിരുന്നു പാർട്ട്ണർ. അപ്പോ അയാൾ ശരിക്കും ക്യൂരിയസ് ആയിരുന്നു, എന്ത് ഇത്രയും മലയാളികളാണ്, മൊത്തം മലയാളികളാണല്ലോ എന്ന് ചോദിച്ചു. നിങ്ങൾ അവിടെ സെന്റർ ഒന്നുമില്ല എന്നൊക്കെ എല്ലാവരും ഇങ്ങോട്ട് വരുന്നത് എന്താന്ന് വെച്ചു. അപ്പോൾ ഞാനും കയറി. അപ്പൊ ആദ്യത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഓക്കെ സ്ട്രോങ് പാർട്ട്ണറാണ്, ഞാൻ ഈ വട്ടം പിടിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും പറയാം. പക്ഷെ പുള്ളി ഇനിഷ്യേറ്റീവ് എടുത്തു, ആദ്യം ഞാൻ പറയാം എന്ന് പറഞ്ഞു. അവര് ചോദിച്ചു ആദ്യം ആർക്ക് ടോപ്പിക്ക് പ്രസന്റ് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, അപ്പൊ അവന്റെ ലെവല് മനസ്സിലാക്കാതെ ഞാൻ മിണ്ടാണ്ടിരുന്നു കേട്ടോ. പക്ഷെ ഇവ സംസാരിച്ചു തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി തീരെ പറ്റുന്നില്ല, അതും കിടന്ന് വിറക്കിയാണ്. അപ്പോ എന്നോട് ഒരാൾ പറഞ്ഞു, കുറച്ചൊക്കെ പാർട്ട്ണറിനെ സപ്പോർട്ട് ചെയ്യണം. പാർട്ട്ണർ ഏവണ്ണാണ് നമ്മളും അങ്ങ് താഴെ ഏവണ്ണി വന്നിട്ട് പോയിന്റ് പറയാം. ആ ഒരു ലെവലിലോട്ട് താഴാൻ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇവനിങ്ങനെ കുറെ നേരം ഒബ്സർവ് ചെയ്തു. എന്റെ ടോപ്പിക്കും പറഞ്ഞു. ഇവൻ എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ തിരിച്ചുള്ള ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു, ഗ്രാമർ, നല്ലൊരു ഗ്രാമർ ഇട്ടിട്ട് സിമ്പിൾ ആയിട്ട് പ്രസന്റ് ചെയ്തു. നല്ലൊരു ഗ്രാമർ ഇട്ട് ക്വസ്റ്റ്യൻ മാക്സിമം സിമ്പിൾ ആക്കി. അതെ, വൊക്കാബ് സിമ്പിൾ ഇട്ടു, അത്യാവശ്യം നല്ലൊരു ഗ്രാമർ യൂസ് ചെയ്തു. അപ്പൊ എനിക്കറിയാം എന്റെ പോയിന്റ് ഗ്രാമറിൽ കൂടും, ഇവന് കൺവേ ആവുകയും ചെയ്തു. ഇവൻ ആദ്യം മനസ്സിലായില്ല. അപ്പൊ ഒന്നുകൂടെ പറയുമെന്ന് വെച്ചു. ഒന്നുകൂടെ ഞാൻ ഇച്ചിരി ഇങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ കുറെ ആക്ഷൻസിലൂടെ എന്റെ കൈ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വരും. അപ്പൊ ആ ഒരു രീതിയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോ ഇവൻ ഓക്കെ, എന്നിട്ട് ഇവ ആൻസർ ചെയ്യുകയും ചെയ്തു. അപ്പൊ ടീച്ചർ ഓക്കെ സാറ്റിസ്ഫൈഡ്. ഞാനത് കണ്ടു. അതിലൊരു സാറ്, ഒരു മാമോ ആയിരുന്നു. ആ സാറ് നന്നായിട്ട് നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ലൈക്ക് എങ്ങനെയാണ് നമ്മുടെ ഒരു പെരുമാറ്റം എന്ന് നോക്കുന്നുണ്ട്. മാം ഇതൊന്നും ബോധർ ചെയ്യുന്നില്ല, അവർ പേപ്പറിൽ തന്നെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക, കേൾക്കുന്ന മാത്രമേ ഉള്ളൂ. പക്ഷെ ആ സാർ അത് ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു, നമ്മൾ എങ്ങനെയാ നിൽക്കുന്നതെന്ന്. എന്നിട്ട് ഡിസ്കഷനിലോട്ട് വന്നപ്പം ഞങ്ങൾ പോയിന്റ്സ് പറഞ്ഞു. അപ്പൊ ഞാൻ കുറച്ചുകൂടെ കൺവിൻസിങ് ആയിട്ട് സംസാരിച്ചു, അവനെ സപ്പോർട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഇടയ്ക്ക് അവനിങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി. അപ്പൊ ഞാനിങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു, കൂൾ ഇങ്ങനെ പറഞ്ഞു. ജർമ്മനിൽ കൂൾ തന്നെ കൂൾ ഇങ്ങനെ കാണിച്ചു. അപ്പൊ അതൊക്കെ ആ സാറിങ്ങനെ നോക്കിയപ്പോ ഇങ്ങനെ നിന്നിട്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ തന്നെ ഉറപ്പിച്ച് കിട്ടിയടാ, കിട്ടി കേട്ടോ, കിട്ടിക്കാണോ എന്ന് വിചാരിച്ചു. കഴിഞ്ഞ വട്ടം ഞാൻ ഇതൊന്നും ചെയ്തില്ല. ഞാൻ എന്നെ മാത്രം സെൽഫിഷ് ആയിട്ടിരുന്നു കുറച്ച്. ഈ വട്ടം ഞാൻ ഇച്ചിരി ലിബറലായി, മേ ബി
ഇവൻ പറഞ്ഞല്ലോ 50% ഗോഡിനാണ്. നമ്മള് അടുത്ത് കാരണം അയാൾ ഫീസ് എടുത്ത് ഇത്രയും വന്നാണ് ഒന്ന് കൺസിഡർ ചെയ്യാം. നമ്മൾ ഇച്ചിരി ഒന്ന് താന്നു കൊടുത്തു. അന്ന് ഞാൻ എനിക്ക് പറയാനുള്ള എല്ലാം പറഞ്ഞു, നല്ലപോലെ അറിയില്ല. പക്ഷെ മേ ബി കാരണം ആള് വിക്കിയാണെങ്കിലും ഒപ്പിക്കുന്നുണ്ടായിരുന്നു, മേ ബി അതുകൊണ്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിവേ എനിക്കത് അപ്പൊ കിട്ടി, ക്രാക്ക് ചെയ്യാൻ പറ്റി. അപ്പോ പറയാനുള്ളതെന്ന് വെച്ചാൽ കുറെയൊക്കെ പാർട്ട്ണറിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തും നിൽക്കണം, തീരെ അവരെ കൺസിഡർ ചെയ്യാതിരിക്കൽ. അതായത് ഇപ്പം ആദിത്യന്റെ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ്, ഇപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ കംപ്ലൈന്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്പ്രഷന്റെ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന പാർട്ട്ണറെ കുറിച്ചാണ്. അപ്പം ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത് അങ്ങനെ ഓവർകം ചെയ്യുന്നുള്ള കാര്യം അവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് കറക്റ്റ് മെത്തഡോളജി ഉണ്ട്, അത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സൂപ്പർ പ്രൊഫഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യുന്നതിലല്ല, അവരെയും കൂടെ ഇൻവോൾവ് ചെയ്യിക്കുക എന്നുള്ളതാണ്. മേ ബി അത് കമ്മ്യൂണിക്കേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ്. ഒരു ഗുഡ് സ്പീക്കർ മാത്രമല്ല ഗുഡ് ലിസണറും ആവണല്ലോ ഒരു പരിധി വരെ, അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. സോ ജർമ്മൻ അങ്ങനെയാണ്. ജർമ്മൻ നമുക്കൊരു കറക്റ്റ് വഴികളുണ്ട്. നിങ്ങൾ ലക്ക് മാത്രം നിങ്ങൾ ലക്കിനെ ബ്ലെയിം ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് നോട്ട് ദ ഗെയിം ഫോർ യു. ബട്ട് കറക്റ്റ് ആയിട്ടൊരു സ്ട്രാറ്റജി ഉണ്ട്, അത് ഫോളോ ചെയ്താൽ റിസൾട്ട് എന്തായാലും നിങ്ങളെ ഫോളോ ചെയ്യും. EduFlair, education driven by passion.